ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിംഗിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫെബ്രുവരി 2026 എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കുന്നത്. നിങ്ങൾക്കുള്ള ടാരോട്ട് മന്ത്ലി ഗൈഡൻസ് ആണിത്. ഓക്കെ, അപ്പൊ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകൾ ഉണ്ട്. ഇതിൽ നിന്ന് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇതാണ് ഗ്രൂപ്പ് 1-നുള്ള ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫെബ്രുവരി 2026 എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ഫെബ്രുവരി 2026 പൊതുവെ എങ്ങനെയാകും? ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ഫെബ്രുവരി 2026 പൊതുവെ എങ്ങനെയാകും? Okay, clarify the page of wheels, temperance, clarify the temperance, okay, guidance, അണ്ടർലൈങ് എനർജി ഹയറഫന്റ് ആണ്. അപ്പോൾ ചില ലോങ് ടേം ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ലോങ് ടേം നിങ്ങളുടെ ജീവിതത്തിൽ ലോങ് ടേമിലേക്ക് മാറ്റം കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഈ ഫെബ്രുവരി 2026 സംഭവിക്കാനായിട്ടൊരു സാധ്യത കാണുന്നു. എസ്പെഷ്യലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ എന്താ പറയാ, നിങ്ങൾ അതിനായിട്ട് അലൈൻഡ് ആക്ഷൻസ് എടുക്കുന്നു, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ട്, അതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നടക്കുന്ന ഒരു ഡിവൈൻ ടൈമിംഗ് ആയിട്ട് ഫെബ്രുവരി മാസത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്തതായിട്ട് കാണുന്നു. ആ ഒരു സംഭവം നടക്കുന്നതിലൂടെ, ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി, ഉയർച്ച ഉണ്ടാവുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രകൾക്ക് സാധ്യത കാണുന്നു. പൊതുവെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സമയം, ഒരു സ്വസ്ഥമായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഈ ഒരു ബ്ലെസ്സിങ്സ്, അത് വലിയ ബ്ലെസ്സിങ്സ് ആയിരിക്കാം, വലിയ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വലിയ ആഗ്രഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ആഗ്രഹങ്ങളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഫ്രൂഷനിലാകുന്നത്, അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നതിന്റെ എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തില്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാനിഫെസ്റ്റേഷൻസ്, ഏതൊക്കെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്, അതിന്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ അതിൽ നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ അതിൽ അഭിമാനിക്കണം. കാരണം നിങ്ങൾ യൂണിവേഴ്സിന്റെ കൂടെ co-create ചെയ്തതാണ് ആ ഒരു പർട്ടിക്കുലർ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ അഭിമാനിക്കേണ്ടതുണ്ട്, യൂണിവേഴ്സിനോട് നന്ദി പറയുക, നിങ്ങൾ അത് ആഘോഷിക്കുക. അതിന്റെ വലിപ്പച്ചെറുപ്പം നോക്കരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കുക. എത്രത്തോളം ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഫെബ്രുവരി മാസത്തിലായിരിക്കുന്നു, അത്രത്തോളം നിങ്ങൾക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് കാണുന്നു. വളരെ ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങളുടെ എനർജി ഹൈ വൈബ്രേഷണൽ ആയിട്ടിരിക്കും. അത് തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് സഹായിക്കും. ഇനി കരിയറുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ന് ഫെബ്രുവരി 2026 എങ്ങനെയാകും? കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ന് ഫെബ്രുവരി 2026 എങ്ങനെയാകും? നമുക്ക് കിങ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ കിങ് ഓഫ് വാൻസ്. Justice, clarify the justice, strength, guidance, 10 of Pentacles. അണ്ടർലൈങ് എനർജി 9 of Wands ആണ്. അപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് എൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട്
വിഷമങ്ങളിലൂടെ ചാലഞ്ചസിലൂടെ ചിലപ്പോൾ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു അവസാനമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നമ്മൾ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ കണ്ടത് എംപ്രസ് കാർഡ് ആണ്. ഓക്കെ, വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു സമയം, ഒരുപാട് സർപ്രൈസസ് നിങ്ങളെ await ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അർഹിക്കുന്ന നിങ്ങൾക്ക് കരിയറിൽ എന്താണോ അർഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബോധ്യം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇതാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നു. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കാണ്, വളരെ ആത്മവിശ്വാസത്തോടെ അത് നേടിയെടുക്കുമെന്ന പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്, പൂർണ്ണമായ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട്. അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ. ഓക്കെ, അപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്കൊരു ലക്ഷ്യമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിനായിട്ട് ഈ പറഞ്ഞ പോലെ അത്രയും ഒരു ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കുന്നുണ്ടാവില്ല. അതായത് നിങ്ങൾക്കൊരു ഉള്ളിലൊരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടാകാം. പിന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അതൊക്കെ മാറി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുന്നുണ്ട്. മാത്രമല്ല വളരെ ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു എന്താ പറയണ്ടേ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കണേ. യെസ്, നിങ്ങൾക്കൊരു എന്താ പറയാ വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ചിലപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ഉയർച്ച ആയിരിക്കാം, ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്, അത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഫെബ്രുവരി മാസത്തിലേക്ക് അടുക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങളുടെ കരിയറിൽ തുടങ്ങുന്നതിന്റെ എല്ലാ സൂചനയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 10 of Pentacles ആണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പൊ കരിയറിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പറയുന്നു, കരിയറിൽ നിങ്ങൾക്ക് എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാലും അതിനെ അക്നോളജ് ചെയ്യണം, യൂണിവേഴ്സിനോട് നന്ദി പറയണം. അത് ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിലും, കരിയറിൽ നിങ്ങൾ എന്ത് നേടിയെടുക്കുന്നുണ്ടെങ്കിലും അതിനെ ആഘോഷിക്കുക. ഓക്കെ, കാരണം അതിനെ നിങ്ങൾ ഡെഫിനറ്റ്ലി ആഘോഷിക്കണം. നിങ്ങൾ നേടിയെടുക്കുന്നതാണ്, നിങ്ങൾ അത്രമേൽ ചാലഞ്ചസിലൂടെ കടന്നു വന്നിട്ട് നിങ്ങൾ നേടിയെടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അത് ഡെഫിനറ്റ്ലി ആഘോഷിക്കണം. ഒന്നിനെയും ഇതിനെ വില കുറച്ച് കാണരുത് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം, നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതിനും മുകളിൽ നിൽക്കുന്നതായിരിക്കാം അത്തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലേക്ക് കടന്നു വരുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന എന്ത് മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത് അത് നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തേക്കുന്ന കാര്യമായിരിക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് അയ്യോ ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എനർജറ്റിക്കലി ഈ ഒരു പുതിയ ചാപ്റ്ററിന് അല്ലെങ്കിൽ ഈ ഒരു ബ്ലെസ്സിങ് സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കണം. ഓക്കെ, അത് സ്വീകരിക്കുക. അത് നിങ്ങളുടെ നേട്ടമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളെയും നിങ്ങൾ അക്നോളജ് ചെയ്യണം, ആഘോഷിക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാർട്ടി നടത്തുക എന്നല്ല, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതിൽ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത് ലഭിച്ചതിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക, അത് ചെയ്യുന്നേ വേണം. ഇനി അടുത്തതായിട്ട് ഫൈനാൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 1ന്റെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയായിരിക്കും? പേജ് ഓഫ് കപ്സ് ആണ് ആയിരുന്നു കിട്ടിയിരിക്കണേ. ഗ്രൂപ്പ് 1ന്റെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും? കിങ് ഓഫ് കപ്സ്. ഓക്കെ, ക്ലാരിഫൈഡ്. കിങ് ഓഫ് കപ്സ്, 8 of Pentacles, ഗൈഡൻസ്, അണ്ടർലൈൻ എനർജി നോക്കൂ, 9 of Pentacles ആണ്. ഓക്കെ, അപ്പൊ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നതിന്റെ എല്ലാ സൂചനയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയാ ഡ്രീം കമ്മിങ് ട്രൂ എന്നുള്ള ഒരു എനർജിയാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ്, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഡിവൈൻ അലൈൻമെന്റ്, ഡിവൈൻ പ്ലാൻ പ്രകാരമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഫൈനാൻസിൽ നിങ്ങൾക്ക് കാര്യമായ പുരോഗതി കൊണ്ടുവരാൻ സാധിക്കും എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും
ആ ഒരു ഏത് തരത്തിലുള്ള പുരോഗതിയാണോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വേണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് എത്തുന്നതിനാണ് ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടിയെത്തുന്നത്. ഓക്കെ, അപ്പൊ അത് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ എന്തിലെങ്കിലും പങ്കെടുക്കാനുള്ള ഒരു ക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കാം. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ സ്വീകരിക്കുന്നത് വഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഗുണം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഒന്നുകിൽ അതുപോലെ തന്നെ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു മെസ്സേജ് ആണ്. നിങ്ങൾ സ്പെസിഫിക്കലി എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പർട്ടിക്കുലർ ഒരു ലക്ഷ്യമുണ്ട്, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മികച്ച രീതിയിൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതായിട്ട്, ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഉയർന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക പുരോഗതിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും മികച്ചതായിരിക്കും. ഓക്കെ, ആ ഒരു എനർജി, ആ ഒരു ഷിഫ്റ്റ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാൻ പറയുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൃത്യമായിട്ട് ഈ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങളെ ഫെബ്രുവരിയിൽ സഹായിക്കുന്നതാണ്. പിന്നെ നിങ്ങളോട് പറയുന്നത് ബി പ്രൊട്ടക്റ്റീവ് അബൌട്ട് യുവർ ബ്ലെസ്സിങ്. നിങ്ങൾക്ക് ഈ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന ഉയർച്ച, ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കരുത് കേട്ടോ. അതിങ്ങനെ എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളിൽ തന്നെ വെക്കുക. ഓക്കെ, അത്രയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുമ്പോൾ അതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കും എന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ആളുകളുടെ അടുത്ത് മാത്രം ഇത് ഷെയർ ചെയ്യാം. അല്ലാത്ത അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരും നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുക. ആരോട് ഷെയർ ചെയ്യാതിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ജീവിത രീതിയിൽ ഒരു പുരോഗതി കൊണ്ടുവരുന്നതിന്, ലൈഫ് സ്റ്റൈൽ ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരുന്നതിനൊക്കെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് എന്നും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് പൈസ വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാകുന്നുണ്ടാവാം. ഓക്കെ, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങളിലേക്ക് എത്താണ്, പൈസ നിങ്ങളിലേക്ക് എത്താണ്. അതിനർത്ഥം അത് ധൂർത്തടിക്കുക എന്നുള്ളതല്ല. അതിനെ സേവ് ചെയ്യുന്നതിന്, ആ ഒരു നിങ്ങളിലേക്ക് വരുന്ന പൈസേനെ ഇരട്ടിയാക്കുന്നതിന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ സേവിങ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ കൃത്യമായിട്ട് എന്താ പറയാ, ആ പൈസയെ ചാനൽ ചെയ്യുക. ഓക്കെ, അത് ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് വളർത്തുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ പറയുന്നു. അത് ധൂർത്തടിച്ച് കളയരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഡിപ്പെൻസ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ റിസൾട്ട് ഫെബ്രുവരി മാസത്തിൽ കാണാൻ സാധിക്കുക. ഓക്കെ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ച് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ആ പരിശ്രമിച്ച് തുടങ്ങാൻ വേണ്ടുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി കണക്ട് ചെയ്യുക ഈ മെസ്സേജിനെ. ഓക്കെ, അപ്പോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ഇപ്പൊ അതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് ലക്ഷ്യം ഒന്നും വെച്ചിട്ടില്ല, നിങ്ങൾ അങ്ങനെ പരിശ്രമിക്കുന്നൊന്നുമില്ല എന്നാണെങ്കിൽ ഈ മാസം ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാവുന്നുണ്ട്, അങ്ങനെ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിന് ഉപയോഗിക്കുക. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞു നടക്കാനും പാടില്ല. ബി വെരി പ്രൊട്ടക്റ്റീവ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലവ് ലൈഫ്. ഗ്രൂപ്പ് 1ന്റെ ലവ് ലൈഫ്, പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഗ്രൂപ്പ് 1ന്റെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും? Okay, clarify 3 of cups. Clarify the 4 of pentacles. Guidance. ഓക്കെ, ഒരു തേർഡ് പാർട്ടി എനർജി ഞാൻ കാണുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി എനർജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഡിലേ, ഓക്കെ, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് നെക്സ്റ്റ് ലെവൽ, ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് എടുക്കാൻ നിങ്ങൾക്കൊരു തീരുമാനം ഉള്ളിലുണ്ട്, അതിലേക്ക് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിലേ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ വ്യക്തി എന്നുള്ളത് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതെന്ത് ഫാക്ടർ വേണമെങ്കിലും ആകാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണോ
അതിനെയാണ് തേർഡ് പാർട്ടി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എനർജി വളരെ സ്ട്രോങ് പ്രസൻസ് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതിന്, എസ്പെഷ്യലി ഇപ്പൊ മാരേജ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്, അത് മാരേജിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ തേർഡ് പാർട്ടി എലമെന്റ് കാരണം, തേർഡ് പാർട്ടി ഫാക്ടർ കാരണം. ഓക്കെ, അത് ഫാമിലി ആയിരിക്കാം, കരിയർ ആയിരിക്കാം, വേറെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ആകാം. അപ്പോൾ ഒരു ഡിലേ ഉണ്ടാവും. ആ ഒരു ഹെൽഡ് ബാക്ക് എനർജി നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ധൃതി വെക്കേണ്ട, ഡെസ്പറേറ്റ് ആവേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, നിങ്ങൾ എന്തിനാണോ ഇത്രയും നാളും എഫേർട്ട് എടുത്തത് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പ്രോഗ്രസ് ഉണ്ട്, ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നു. ഒരു ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ ഒരു യൂണിയനിലേക്ക് നിങ്ങൾ എത്തുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ ആയിരിക്കും. അതിനർത്ഥം നടക്കില്ല എന്നല്ല. ഓക്കെ, അപ്പൊ കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി വേണ്ട എന്ന് പറയുന്നു. ക്ഷമയോടെ ആയിരിക്കാനാണ് പറയുന്നത്. ആ ഒരു ഡിലേ ഉണ്ടാകുന്നത് തന്നെ ഒരു തരത്തിൽ ഡിവൈൻ ഇന്റർഫിയറൻസ് ആണ് എന്ന് മനസ്സിലാക്കാനും പറയുന്നുണ്ട്. ഓക്കെ, സിംഗിൾ എനർജി ആണ്, നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഈ ഒരു 3 of Cups again ഒരു തേർഡ് പാർട്ടി എലമെന്റിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെയും നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിന്റെയും ആ ഒരു യൂണിയനിലെ ഒരു തേർഡ് പാർട്ടി എലമെന്റിന്റെ കടന്നുവരവ് കാണുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു മെസ്സേജ് മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എന്നിൽ നിന്നാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീഡിംഗിൽ നിന്നാകാം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അതിലൊരു കാലതാമസം ഉണ്ടാകാം ഈ ഒരു തേർഡ് പാർട്ടി എലമെന്റ് കാരണം. നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഹീലിംഗ് ചെയ്യുന്നു, നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകേണ്ട എനർജീസിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആകുന്നു, റിലീസ് ചെയ്യേണ്ടതിനൊക്കെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആക്ഷൻസ് എടുക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിൽ ഒരു തരത്തിലും ഒരു ഉഴപ്പ് പാടില്ല. അത് കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സ് അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. അത് എന്തുകൊണ്ട് നടക്കുന്നില്ല, ഒരു ഡെസ്പറേഷൻ പാടില്ല, ഫ്രസ്ട്രേഷൻ പാടില്ല. ഞാൻ ഇത്രയും പരിശ്രമിച്ചു, ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് എന്നിട്ടും ഇനി ഡിലേ എന്നാണോ പറയണേ, അങ്ങനത്തെ ഒരു ഇംപേഷ്യന്റ് എനർജി പാടില്ല. ഓക്കെ, വളരെ പേഷ്യന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അധികം നാൾ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല. അപ്പൊ ഇത് എന്തെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എലമെന്റ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ അത് റിലീസ് ചെയ്യേണ്ടതായിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് അതിങ്ങനെ പ്രോമിനന്റ് ആയിട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെ നീക്കേണ്ട ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നത്തിനെ സ്റ്റാർട്ടിങ്ങിലെ തന്നെ അതിനെ എടുത്ത് കളയാൻ വേണ്ടുന്ന അവസരം യൂണിവേഴ്സ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ന് ഫെബ്രുവരി മാസം എങ്ങനെയാകും ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, അണ്ടർലൈങ് എനർജി സ്ട്രെങ്ത് കാർഡ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ റീഡിങ്ങിൽ മൾട്ടിപ്പിൾ ടൈം ഞാൻ റീഡ് ചെയ്തപ്പോൾ പല ഗ്രൂപ്പുകളായിട്ടാണ്, പക്ഷേ ഈ ഡിസെപ്ഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ ഇത് സ്ഥിരമായി കേൾക്കുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ പതിവായിട്ട് നിങ്ങൾക്ക് ഈ ഡിസെപ്ഷൻ എനർജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരോ ഒരാള് നിങ്ങളെ വളരെ സമർത്ഥമായിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവര് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന നിങ്ങളോടുള്ള സ്നേഹം, കരുതല് അതൊക്കെ വെറുതെയാണ്. അവർ ശരിക്കുള്ള നിങ്ങളോടുള്ള ഇന്റൻഷൻ നേരെ വിപരീതമാണ്. ഓക്കെ, ആ ഒരു ഡിസെപ്ഷൻ എനർജി വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹത്തിൽ പെരുമാറുക, അപ്പുറത്ത് പോയി നിങ്ങളെ കുറിച്ച് കുറ്റം പറയാം, നിങ്ങൾക്ക് പാര വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആള്. അങ്ങനെ ആരോ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലുണ്ട് ഫ്രണ്ട്സ് സർക്കിളിൽ. ഓക്കെ, ആ ഒരു ഹൈ ചാൻസ് എനിക്ക് കാണുന്നത് ഫെബ്രുവരി മാസത്തില്
ഈ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒന്നില്ലെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആകുന്നതായിരിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയുന്നതായിരിക്കാം. പക്ഷെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ, നിങ്ങൾ കണ്ടെത്തുകയാണ്. ഓക്കെ, ഇതാണ് അവരുടെ ട്രൂ ഇന്റൻഷൻ. അപ്പൊ അവർ എന്നോട് ഇങ്ങനെ കാണിച്ചതൊക്കെ വെറുതെയാണ്. ശരിക്കും അവരുടെ ഇന്റൻഷൻ എങ്ങനെയാണ്, ശരിക്കും അവർക്ക് എന്നോട് ഈ പറയുന്ന സ്നേഹമൊന്നുമില്ല എന്നുള്ള എന്താ പറയാ വളരെ വ്യക്തമായ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് എത്തുന്നുണ്ട്. ചിലപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷന്റെ ഫോമിലായിരിക്കാം എത്തുന്നത്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും അതൊരു ടെമ്പററിലി നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാക്കും. കുറച്ചാളത്തേക്ക് അതൊരു സങ്കടം ഉണ്ടാവും ഡെഫിനറ്റ്ലി. പക്ഷെ ടെമ്പററി ആണ്. കാരണം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ എന്തായാലും ഒരു പിന്നെ റൈറ്റ് പീപ്പിൾ മാത്രമാണ് നിങ്ങളുടെ ചുറ്റും. അതായത് നിങ്ങൾക്ക് ആരാണോ ശരിക്കും സുഹൃത്തുക്കളായിട്ട് ആയിരിക്കേണ്ടത് അവർ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ആ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാത്ത നിങ്ങളുടെ സുഹൃത്തായിരിക്കാൻ അർഹതയില്ലാത്ത ആരോ ഒരാൾ നിങ്ങളുടെ സുഹൃത്തായിട്ട് തുടരുന്നുണ്ട്. അവരെ യൂണിവേഴ്സ് എക്സ്പോസ് ചെയ്യാണ് നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ അതുവഴി ആ വ്യക്തിനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ ചുറ്റും കൂടുമ്പോൾ നിങ്ങളിലും നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ റിയാലിറ്റിയിലും നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ജെന്റൽ എനർജി, ഒരു ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് സർക്കിളുടെ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇമോഷണലി ഇടയ്ക്ക് വളരെയധികം വൾണറബിൾ ആകുക, സ്ട്രെസ്ഡ് ആകുക, വിഷമിക്കുക, പിന്നെ കൺഫ്യൂസ്ഡ് ആകുക, ഇങ്ങനത്തെ ഒക്കെ എനർജി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ആരാണോ ഇതൊക്കെ കോസ് ചെയ്യുന്നത് ആ വ്യക്തിനെയാണ് യൂണിവേഴ്സ് എക്സ്പോസ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഫുൾഫിൽഡ് സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എൻഡിങ് പെയിൻഫുൾ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു എൻഡിങ് പെയിൻഫുൾ ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജീനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കാതെ ആ ഒരു എനർജി, ആ വ്യക്തിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനിയും ആ വ്യക്തിനെ നിങ്ങൾ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പൊ അത് വേണ്ട. നിങ്ങൾക്ക് ലൈഫിൽ എന്താ എക്സ്പാൻഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ലൈഫിൽ കുറച്ചും കൂടെ എന്താ പറയാ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സമയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ശരിയായ സുഹൃത്തുക്കളെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു സംഭവത്തില് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ധൈര്യത്തോടായിരിക്കാൻ പറയുന്നു. കാരണം ഇവിടെ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ കൃത്യമായി ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ധൈര്യം വേണം. അത് നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അതിന് റെഡി ആണെന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ന് ഫെബ്രുവരി 2026 എങ്ങനെയാകും നോക്കാം. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ന് ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഓക്കെ, ഏസ് ഓഫ് സോർട്സ് എന്നൊരു എനർജി ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന്റെ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്ലാരിറ്റി. ഓക്കെ, അതായത് ലൈഫിൽ മുന്നോട്ട് പോകുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലാത്ത കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ആളുകൾ ആരൊക്കെയാണുള്ളത്? ഓക്കെ, ആരിൽ നിന്നാണോ നിങ്ങൾ അകലം പാലിക്കേണ്ടത്, ആരിൽ നിന്നാണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാതിരിക്കേണ്ടത്, ആരോടൊക്കെയാണ് ഷെയർ ചെയ്യാതിരിക്കേണ്ടത്? ഓക്കെ, ആരിൽ നിന്നാണ് നിങ്ങളൊരു ഹെൽത്തി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഒരു സ്ട്രോങ് ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകുന്നത് ഈ ഒരു ഫെബ്രുവരി മാസത്തിലാണ് എന്ന് കാണുന്നുണ്ട്. അതായത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ആവും നിങ്ങൾക്ക് മനസ്സിലാവും. അതിങ്ങനെ എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊന്നുമല്ല, ഒരു സ്പിരിച്വൽ സൈൻ ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത. ഓക്കെ, ആ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു സത്യം പുറത്തു വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന
ഒരു കാര്യം അത് വെളിപ്പെടുന്നതായിട്ട് കാണുന്നു. കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് കാണുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചില ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നത് കാണുന്നു, സ്ട്രോങ് ആവുന്നത് കാണുന്നു. ഫാമിലിയിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ പാരന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, അങ്ങനെ വളരെ അടുത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവര് നിങ്ങളുടെ ലൈഫില് ഒരു എന്താ പറയാ, ഫൈനാൻഷ്യൽ എക്സ്പാൻഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ആ ഒരു ഫാമിലിയിൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ലോങ് ടേം അപ്ഗ്രേഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോ എന്താ പറയണ്ടേ, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു വിവാഹമൊക്കെ റെഡി ആവുക, ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുകയാണ്. അത് സർപ്രൈസ്ഡ് ആകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അത് അവിടെ ഒരു ആഘോഷത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടല്ലോ. വിവാഹം അങ്ങനെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ആഘോഷത്തിന്റെ ഒരു എനർജിയാണ് കാണുന്നത്. സർപ്രൈസ്ഡ് ആയിരിക്കും, ഒരു അൺഎക്സ്പെക്ടഡ് ആണ് എന്ന് കാണുന്നു. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അറിയാൻ, ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം, ഓക്കെ, പക്ഷെ അത് അറിയാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അതിൽ നിന്ന് ആ ഒരു ക്ലാരിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, ആ ഒരു എനർജിയാണ് നമുക്ക് കുടുംബ ബന്ധങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് 8 ഓഫ് സോർഡ്സ് ആണ്. അതായത് ഓവർ തിങ്ക് ചെയ്യരുത് എന്ന് പറയുന്നു. മാക്സിമം ഓപ്പൺ ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിനെ നിങ്ങളിങ്ങനെ ഓവർ അനലൈസ് ചെയ്യരുത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിനെ കൃത്യമായി ഫോളോ ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ ഡിസ്റ്റൻസ് ഇടേണ്ടടുത്ത് ഡിസ്റ്റൻസ് ഇടുക, അടുക്കേണ്ടടുത്ത് അടുക്കുക. പക്ഷെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട്, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് അതിന്റെ പ്രൊജക്ഷൻ നിങ്ങൾ മറ്റുള്ളവരിലെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് അതിനെ എന്താ പറയാ, അതിന്റെ പ്രൊജക്ട് ചെയ്യാന്ന് പറയില്ലേ, നമ്മുടെ ഇൻസെക്യൂരിറ്റി നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്യുക, അത് പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഓവർ തിങ്ക് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് കാണുന്നു കുടുംബ ബന്ധങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ തന്നെ അതിനൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു ക്ലാരിറ്റി വേണം, ഓക്കെ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലുള്ള നിങ്ങളുടെ ബന്ധുക്കളിൽ ഉള്ള ചിലപ്പോൾ അവരുടെ ഇന്റൻഷൻസ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് ആ ഒരു വ്യക്തത വേണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ കൃത്യസമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത യൂണിവേഴ്സ് കൊണ്ടുതരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന് അവർക്കിപ്പോൾ ലഭിച്ച പിക്ക് എക്സാം റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഞാൻ ഈ കിട്ടിയ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, ഞായറാഴ്ച നിങ്ങൾക്ക് വളരെ നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസം. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയതായി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഞായറാഴ്ച നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചിലപ്പോൾ ജനിച്ചത് മകരമാസത്തിലായിരിക്കാം കേട്ടോ. മകരമാസം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് മാസമാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. ഈ മകരമാസം വരുന്ന സമയം നോക്കുക. അതായത് ജാനുവരി മിഡ് ഹാഫ് തൊട്ട്, ഓക്കെ, ജാനുവരി സെക്കൻഡ് ഹാഫ് തൊട്ട് ഫെബ്രുവരി ഫസ്റ്റ് ഹാഫ് വരെയാണ് മകരമാസം വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്തിനുള്ളിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ അതാണ് നിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ ഫയൽ നിങ്ങളുടെ ആണെന്നുള്ളത്. പിന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രം ഒന്നുകിൽ പൂരോരുട്ടാതി അല്ലെങ്കിൽ അവിട്ടം ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീയതികൾ ലഭിച്ചിട്ടുണ്ട്.
അതായത് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ ജനന തീയതി കാണാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, 2, 4, 6, 8, 20, 28 ഇത്രയുമാണ് തീയതികൾ കിട്ടിയിട്ടുള്ളത്. ഇനി അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഛ, ന, റ, ഖ, ഥ, ൻ, ത. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അക്ഷരങ്ങൾ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഫെബ്രുവരി 2026 ആശംസിക്കുന്നു. പേഴ്സണൽ റീഡിംഗിൽ പുതിയ 2 സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഹൂ ഈസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് എന്ന വിഷയത്തിലുള്ള റീഡിംഗും 2 വാട്ട്സ് നെക്സ്റ്റ് ഇൻ കരിയർ എന്ന വിഷയത്തിലുള്ള റീഡിംഗുമാണ്. ഈ 2 റീഡിംഗിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കോൺടാക്ട് ഇൻഫർമേഷൻസും എല്ലാം നമ്മൾ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരുപാട് നേട്ടങ്ങൾ നിറഞ്ഞ ഒരു ഫെബ്രുവരി 2026 ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫെബ്രുവരി 2026 എങ്ങനെയാകും എന്ന് നോക്കാം. ഗ്രൂപ്പ് 2-വിന് ഫെബ്രുവരി 2026 പൊതുവെ എങ്ങനെയാകും? ഗ്രൂപ്പ് 2-വിന് ഫെബ്രുവരി 2026 പൊതുവെ എങ്ങനെയാകും? ഗ്രൂപ്പ് 2-വിന് ഫെബ്രുവരി 2026 പൊതുവെ എങ്ങനെയാകും? Okay. Clarify the 7 of Cups. Clarify the guidance, please. The guidance. Okay. അണ്ടർലൈങ് എനർജി എന്ന് പറയുന്നത് 7 of Wheels ആണ്. കുറച്ചൊരു പേഷ്യൻസ് വേണ്ട ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പൊതുവെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായ്മ, കൺഫ്യൂഷൻസ് ഉണ്ടായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ അകലുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, അതായത് നിങ്ങൾ വളരെയധികം പ്രൊവൈഡഡ് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതായത് ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു ചോയ്സ്, ഒരു തീരുമാനം എടുക്കേണ്ടതാണെങ്കിൽ അതിൽ ആ തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ ഇനീഷ്യേറ്റ് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതിനനുസരിച്ച് ആ കൺഫ്യൂഷൻസ് മാറുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി ലഭിക്കുന്നതിനും നിങ്ങൾക്ക് ശരിയായ തീരുമാനം എടുക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് കാണുന്നു. നിങ്ങൾ കുറെയൊക്കെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആകാതെ ഒരു ഹെർമിറ്റ് എനർജിയിൽ ഇരിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഫെബ്രുവരി മാസം എന്ന് കാണുന്നുണ്ട്. അപ്പൊ അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ചില തീരുമാനങ്ങൾ അത് എടുക്കേണ്ടതാണ്, ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നു എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട്. അപ്പൊ ആ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ വളരെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ക്ലാരിറ്റി ഒക്കെ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് അല്ലെ. നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ആകെ റെസ്റ്റ്ലെസ് എനർജിയിലായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് വേണ്ടുന്ന ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ നമ്മൾക്ക് ഒരു പീസ്ഫുൾ എനർജി നമ്മളിലേക്ക് വരും. അതേ ഒരു ഫീലിംഗിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 7 of Wands ആണ്. അതായത് പ്രൊട്ടക്റ്റീവ് ആയിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് പൊതുവെ നിങ്ങൾക്ക് ഒരു ഹാപ്പി എനർജിയിലാണ് ഇരിക്കണമെങ്കിൽ ആ ഹാപ്പിനെസ്സിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കണം. അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പീസ്ഫുൾനെസ്സിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കണം. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഏതൊരു നല്ല കാര്യത്തിനെയും ഏതൊരു നല്ലൊരു എക്സ്പീരിയൻസിനെയും നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളത് നിങ്ങളോട് പ്രത്യേകം ഇവിടെ യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഒരാളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ള
നല്ല എനർജീസിനെ സാബട്ടേജ് ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത് എന്ന് പ്രത്യേകം കാണുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും നോക്കാം. ഗ്രൂപ്പ് 2 കരിയറുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും? താങ്ക് യു. ഓക്കെ, നമുക്ക് മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ മജീഷ്യൻ. താങ്ക് യു. King of Pentacles. Clarify the King of Pentacles. Four of Wands. Okay. Guidance. Ace of Swords. Underlying energy 5 of Wands ആണ്. Okay. അപ്പൊ ഇവിടെ അഗൈൻ ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് റിമൂവ് ആകുന്ന ഒരു എനർജി നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കരിയറിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇനി എന്തെങ്കിലും ഒരു സ്പെസിഫിക് അച്ചീവ്മെന്റ്, ഒരു അക്കംപ്ലിഷ്മെന്റ് നിങ്ങൾ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങൾക്ക് ആ ഒരു ബ്ലിസ്ഫുൾനെസ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അത് വരണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത രീതിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കരിയറിലേക്ക് വന്നു ചേരുന്നതിനുള്ള എല്ലാ സാധ്യതയും ഈ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, നിങ്ങൾ വളരെ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങളുടെ കരിയറിൽ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഐ എം റെഡി ഫോർ എ ബ്രേക്ക് ത്രൂ ടു സക്സസ്. ഓക്കെ, അപ്പൊ റെഡി ആയിരിക്കാൻ പറയുന്നു. അതായത് ഒരു ബ്രാൻഡ് ന്യൂ ചാപ്റ്റർ, ഒരു ബ്രേക്ക് ത്രൂ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ ഫെബ്രുവരി മാസത്തിലുണ്ട്. അതിനായിട്ട് തയ്യാറായിരിക്കുക. ഓക്കെ, ആ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുമ്പോൾ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോകുക. ഓക്കെ, സധൈര്യം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. നിങ്ങൾ അതിനായിട്ട് കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കണം. അപ്പൊ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസോ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴും കരിയറുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിനൊക്കെ റിലീസ് ചെയ്യുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ കൺസിസ്റ്റന്റ്ലി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്കറിയാം. അത് പക്ഷെ കൺസിസ്റ്റന്റ്ലി ചെയ്യാതിരിക്കുന്നുണ്ട് എങ്കിൽ, ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് അതിലൂടെ നാവിഗേറ്റ് ചെയ്ത് പോവാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും എന്ന് നോക്കാം. ഗ്രൂപ്പ് 2 സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഗ്രൂപ്പ് 2 സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഓക്കെ, നമുക്ക് 10 of Pentacles കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ 10 of Pentacles, Knight of Pentacles. ഓക്കെ, Hermit. ഇനി ഗൈഡൻസ്, King of Pentacles. അപ്പം 3 of Pentacles ആണ് അണ്ടർലൈങ് എനർജി. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോഗ്രസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു വളരെ സ്റ്റെബിലിറ്റി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സമ്പത്ത് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? ഇനി വരുന്ന തലമുറകൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെയായിട്ട് കാണുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു പ്രോഗ്രസ് ഉണ്ടാവും എന്നല്ല പറയണേ, ഗ്രാജുവലി പക്ഷെ കൺസിസ്റ്റന്റ്ലി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ആ പ്രോഗ്രസ് ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ അതൊരു ചാൻസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു മാസം ഓക്കെ നിങ്ങൾ പലതരത്തിലും പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഓൾറെഡി നിങ്ങൾ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഫൈനാൻസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു 10 of Pentacles എനർജിയിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ഓൾറെഡി എങ്കിൽ, നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഗ്രാജുവൽ ആയിട്ട് ആ സാമ്പത്തിക ഉയർച്ച നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണുന്നു. പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാകുന്ന ഉയർച്ചയല്ല, ഗ്രാജുവലി ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഈ പറയുന്ന പോലെ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചതിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളിലേക്ക് ഈ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകരുത്. നിങ്ങളുടെ ഒറിജിനൽ ഈ ഒരു വിഷ് ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ
ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായപ്പോൾ എന്താണോ അത് നേടിയെടുക്കുന്നത് വഴി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചത്, ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എക്സൈറ്റഡ് ആയി പോകരുത്, ഡിസ്ട്രാക്റ്റഡ് ആകരുത് എന്ന് പറയുന്നു. അതായത് ഈ ഒരു നിങ്ങൾ ആഗ്രഹിച്ചതിനും മികച്ച രീതിയിൽ ചിലപ്പോൾ ഈ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്ന് നമ്മുടെ ലൈഫിലേക്ക് നടക്കുമ്പോൾ അത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണല്ലേ. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ ഒന്ന് എക്സൈറ്റഡ് ആയി പോവാനും കൂടുതൽ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പാടില്ല എന്ന് നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയുന്നു. നിങ്ങൾ എന്താഗ്രഹിച്ചിട്ടാണ്, എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം, ഈ ഒരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നത് വഴി നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ ഉദ്ദേശമാണ് നടപ്പിലാക്കേണ്ടത്. അതിലേക്കായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഓക്കെ, അത് തന്നെയാണ് നിങ്ങളുടെ ഗൈഡൻസും വന്നിരിക്കുന്നത്. കിങ് ഓഫ് പെന്റക്കിൾസിനെ പോലെ ആയിരിക്കാം. അതായത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓവർ സ്പെൻഡിങ് പാടില്ല. പിന്നെ എന്താ പറയണ്ടേ, ഒരു ബഡ്ജറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, സേവിങ്സിൽ ഫോക്കസ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു നിങ്ങളുടെ ഫൈനാൻസ് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന അപ്ഗ്രേഡിനെ വെൽത്ത് ക്രിയേഷനിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. കൃത്യമായിട്ട് അപ്പോൾ ഫൈനാൻഷ്യൽ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പഠിക്കുക, സേവിങ്ങിനെ കുറിച്ച് പഠിക്കുക, എന്തൊക്കെ അവൈലബിൾ ആണെന്ന് അന്വേഷിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ആ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഓവർ എക്സൈറ്റഡ് ആവരുത്, ഓവർവെൽഡ് ആവരുത്, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ, അതായത് ഈ ഒരു നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു സഹായങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു അഡ്വൈസസ് ഒക്കെ നൽകാനായിട്ട് നിങ്ങളുടെ ചുറ്റും അതാത് സമയങ്ങളിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഗൈഡൻസ്, നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് ഒക്കെ എത്തിച്ചു തരുന്നതാണ് എന്നും കൂടെ കാണുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്രൂപ്പ് 2-ന്റെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഗ്രൂപ്പ് 2-ന്റെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഗ്രൂപ്പ് 2-ന്റെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഓക്കെ, ക്ലാരിഫൈ ദ 10 of points. Clarify the strength. Okay, advice. Thank you. Underlying energy Ace of Wands ആണ്. അപ്പോൾ അതായത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം ഭാവിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ഭാരമാകുന്ന, ഓക്കെ, പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ഭാരമായിട്ടുള്ളത് അതിനൊക്കെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമാണ് ഫെബ്രുവരി മാസം. നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കാം. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഭാരമായി മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതൊരു ഭാരമായിരിക്കുകയാണ്. അവിടെ നിങ്ങൾ കൂടുതൽ ഓരോ ദിവസം ചെല്ലുന്ന ഒരു ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ റിലേഷൻഷിപ്പിനെ എന്താ പറയാ, നിലനിർത്തി പോവാന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം ഒരു ഭാരിച്ച ജോലിയായി മാറിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കണക്ഷനിലാണ് നിങ്ങളെങ്കിൽ, അത് വിവാഹം കഴിഞ്ഞതായിരിക്കാം കേട്ടോ, വിവാഹമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു ആസ്പെക്ട് ആണ് പറയുന്നത്, അത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നു. അതൊരു അനാവശ്യ ഭാരമാണ് നിങ്ങൾ തിരിച്ചറിയാണ്, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ നിങ്ങളൊരു സ്വതന്ത്രരാകുന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം നിങ്ങളായി തന്നെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. ചിലപ്പം ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങൾ വളരെ ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ശരിയായ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ഒരു മാറ്റം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒതന്റിക് സെൽഫിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയാണ്. ആ മറന്നുപോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഓർമ്മ വരുന്നു. അങ്ങനെ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പീസ് പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വളരെയധികം ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയിൽ ആയിരിക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ആ ഒരു സെൽഫ് ഗ്ലോ അപ്പിലാണ് നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. അങ്ങനെ അപ്പൊ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ എനർജീസിനും ഉപേക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ ഗ്ലോ അപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ബാക്കി എല്ലാ എനർജീസിനും അകറ്റി നിർത്താണ്. ഒരു ഹെൽത്തി ഡിസ്റ്റൻസിൽ അകറ്റി നിർത്തി സ്ട്രോങ് ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഗ്ലോ അപ്പിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളാകുന്നതിലേക്ക്, നിങ്ങളുടെ ഒതന്റിക് സെൽഫിലേക്ക് തിരിച്ചു വരുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിട്ടാണ് ഈ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് എയ്റ്റ് ഓഫ് കപ്സ് ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട്, നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ അത് ഒന്നും കൂടെ യൂണിവേഴ്സ് ഇങ്ങനെ എന്താ പറയുക, ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള സംശയം വേണ്ടതില്ല. നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജീസ്, അത് സാഹചര്യങ്ങളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, വ്യക്തികളായിരിക്കാം, അതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു പങ്കാളിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ,
നിങ്ങളെ പിടിച്ച് താഴേക്ക് വലിക്കുന്ന, പ്രത്യേകിച്ച് എനർജറ്റിക്കലി നിങ്ങൾ ഒരു ലോ വൈബ്രേഷൻ എനർജിയിലേക്ക് കൊണ്ടുപോകുന്ന കണക്ഷൻസ് അതൊട്ടും നിങ്ങൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഹെൽത്തി അല്ല എന്ന് മനസ്സിലാക്കുക. അവിടെ പിന്നെ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഒരു എന്താ പറയണ്ടേ കൺഫർമേഷന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാവുന്നതാണ്. അപ്പൊ അതനുസരിച്ച് അത്തരം എനർജീസിൽ നിന്ന്, ലോ വൈബ്രേഷണൽ ആയിട്ടുള്ള എനർജീസിൽ നിന്ന് നിങ്ങളെ കഴിവതും മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നിങ്ങളെ ലോ വൈബ്രേഷൻ എനർജിയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ എനർജീസിനെയും, ഓക്കെ, നിങ്ങളെ ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ എനർജീസിൽ നിന്നും നിങ്ങളോട് വിട്ടൊഴിയാൻ പറയുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ എടുക്കുന്നത് ശരിയായ തീരുമാനമാണോ എന്ന് തോന്നേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്കൊരു ഭാരമാണ്. നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇനി ആയിരിക്കുന്നിടത്തോളം എനിക്ക് ഞാൻ താഴോട്ടാണ് പോവുക. ഓക്കെ, എനിക്ക് സന്തോഷമല്ല ഉണ്ടാവുക, ഞാൻ കൂടുതൽ കൂടുതൽ നിരാശയിലേക്കാണ് പോവുക, കൂടുതൽ കൂടുതൽ ഞാൻ സഫോക്കേറ്റ് ചെയ്യാണ് ചെയ്യുക എന്ന ബോധ്യം ഉണ്ടാവുമ്പോൾ പിന്നെ അവിടുത്തെ നിങ്ങൾക്ക് ഏറ്റവും നല്ല തീരുമാനം എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണ്, അതിനെ ഉപേക്ഷിക്കാൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവിടെ പിന്നെ ഒരു റീതിങ്കിങ്ങിന്റെ ആവശ്യമില്ല. ഞാൻ എടുക്കുന്നത് ശരിയായ തീരുമാനമാണോ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ അതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഇനി നിങ്ങളുടെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി നൽകാനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഫെബ്രുവരി 2026 ഗ്രൂപ്പ് 2-ന്റെ സൗഹൃദങ്ങൾ എങ്ങനെയാകും? ഓക്കെ, clarify the hierophant, clarify the strength, clarify. Okay. Advice. Advice. എംപറർ കാർഡ് ആണ് നിങ്ങൾക്ക് അഡ്വൈസ് വന്നിട്ടുള്ളത്. അണ്ടർലൈങ് എനർജി 2 of Wands ആണ്. പ്രോഗ്രസ് ആണ് നമുക്ക് കാണാൻ സാധിക്കണേ. ഓക്കെ, അപ്പോ ഈ പറയുന്ന പോലെ ചില സൗഹൃദങ്ങൾ ഒരു ലോങ് ടേമിലേക്കുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ചില പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് കുറച്ച് നാളേക്കുള്ളതല്ല, അത് മനസ്സിലാക്കുക. മാത്രമല്ല നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു എക്സ്പാൻഷന് സഹായിക്കുന്ന, നിങ്ങളുടെ ഒരു ഗ്ലോ അപ്പിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സൗഹൃദങ്ങളായിരിക്കും ഇതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര ബോണ്ടഡ് ആയിട്ടുള്ള കണക്ഷൻസ്, ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, അത് ഒരു ബോണ്ടഡ് ആയിട്ട് വളരെ സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് അത് മാറുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ എന്താ, അല്ലെങ്കിൽ ചില പുതിയ സൗഹൃദങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസ്, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം കുറെ നാൾ മുൻപ്. ഓക്കെ, പക്ഷെ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളോട് റീച്ച് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കാണാൻ ഇടവരിക, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇടവരിക, അങ്ങനത്തെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയണ്ടേ, ഒരു റീകൺസിലിയേഷൻ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കാണുന്നു. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ആ ഒരു കോണ്ടാക്ട് അവസാനിച്ച് പോയതിന് എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുന്നതിനും ഒക്കെ ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കും എന്നാണ് കാണുന്നത്. പിന്നെ പറഞ്ഞ പോലെ ന്യൂ ബിഗിനിങ്സ് അതിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ്, നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ മൊത്തത്തില് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾ ലൈഫുമായി ബന്ധപ്പെട്ട് ചില പുതിയ അറിവുകൾ നേടുന്നതായിട്ട് കാണുന്നു. ചില കാഴ്ചപ്പാടുകൾ, പുതിയ കാഴ്ചപ്പാടുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. അങ്ങനത്തെ ഒരു എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ് ഫ്രണ്ട്സിന്റെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് എംപറർ എനർജിയാണ്. അതായത് നിങ്ങളുടെയിലായിരിക്കണം കൺട്രോൾ. ഓക്കെ, നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഇൻ ദ സെൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും കൺട്രോൾ ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരിക്കലും എന്താ പറയാ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ഓക്കെ, നമുക്ക് നമ്മളിൽ തന്നെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണ്,
നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനെയൊക്കെ പറ്റി കൃത്യമായ ഒരു ബോധ്യത്തോടെ തന്നെ ആയിരിക്കുക, അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക, ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അങ്ങനെ ആ ഒരു ട്രൂ മെസ്കുലിൻ എനർജിയിലായിരിക്കണം എന്ന് പറയുന്നു. ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട അവസരങ്ങൾ വരികയാണെങ്കിൽ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും വരാതെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ആ സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ നിങ്ങൾക്ക് എന്തായിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്നു. ഫ്രണ്ട്സ് പറയുന്നത് കേട്ട് തീരുമാനം എടുക്കുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞ പോലെ ഒരു അവയർനെസ് ഉണ്ടാവും. ഓവർവെൽംഡ് ആയിട്ട് അങ്ങനെ പോകരുത്. അതായത് ഇപ്പം പുതിയ ഫ്രണ്ട്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആവുമ്പം അതിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിലങ്ങനെ മതിമറന്ന് പോകാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം എപ്പോഴും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, അതുകൊണ്ടല്ലേ പറയണേ. പക്ഷെ നിങ്ങൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കുക. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അവിടെ അവരൊരു ബയർ മിനിമം തരുമ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് ചെയ്ത് പോവാതിരിക്കാം. ഓക്കെ, അവർ വളരെ ഷുഗർ കോട്ട് ചെയ്തിട്ട് ഒരു ബയർ മിനിമം തരുന്നതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി പോകാതെ ഇരിക്കുക. അപ്പോൾ ആ ഒരു എന്താ പറയണ്ടേ, എപ്പോഴും ഒരു അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു എനർജിയാണ് എംപററിന്റെ എനർജി. എൻജോയ് ചെയ്യേണ്ടത് എൻജോയ് ചെയ്യുക ഡെഫിനറ്റ്ലി, പക്ഷെ അവിടെ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കണം നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് തിരിച്ചതുപോലെ ലഭിക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളത്. അത് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം, നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് എടുത്തെടുത്ത് പറയുന്നത്. ഇനി ഫാമിലി റിലേഷൻസ്, കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? ഓക്കെ, നമുക്ക് പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ പ്രിൻസസ് ഓഫ് കോയിൻസ്. താങ്ക് യു. Emperor, Queen of Wands, advice, underlying energy Princess of Wands ആണ്. Be open and receptive എന്ന് കാണുന്നു. ഓക്കെ, be in the present, be open and receptive എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന, ഓക്കെ, ഈ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ തന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന, ചിലപ്പോൾ ഇമോഷണലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റി കിട്ടുന്നതിന്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു, ഞാൻ കേൾക്കുന്നത് ഫാദർ ഫിഗർ എന്നാണ്. അങ്ങനെ ഒരു എനർജി, അങ്ങനത്തെ ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവണം, ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ അടുത്താണ് ഇവരുടെ സപ്പോർട്ടാണ് ഞാൻ നേടേണ്ടത്, ഇവരിൽ നിന്നാണ് ഞാൻ അഡ്വൈസസ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു എന്താ പറയുക, ക്ലാരിറ്റി ഉണ്ടാവാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഫാദർ ഫിഗർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതൊരു എന്താ പറയാ, ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങൾ ഏതൊരു മേഖലയിലാണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റെബിലിറ്റി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ലൈഫിൽ ഒരു പുരോഗതി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണോ ആ ഒരു മേഖലയിൽ വളരെ അറിവുള്ള ഒരാളായിട്ടാണ് ഈ വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ്, അവരുടെ ഒരു ഗൈഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് നിങ്ങൾ ആ ഒരു പ്രിൻസസ് എനർജിയിൽ നിന്ന് ഒരു ക്വീൻ എനർജിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കാണുന്നു. ഇവിടെ നിങ്ങളത് ആ ഒരു കിട്ടുന്ന ഒരു എന്താ പറയുക അഡ്വൈസിനോട് നിങ്ങൾ ഓപ്പൺ അപ്പ് അല്ലെങ്കിൽ റിസീവിങ് മോഡിലായിരിക്കണം എന്നും കൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു യെസ്, കാരണം അതുവഴി നിങ്ങൾക്ക് ഗുണമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ആണ് ഉണ്ടാവുക. അവർ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് പെരുമാറാൻ പറയുന്നു. അത് എന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ അവർ തരുന്ന ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം.
ഓക്കെ. ചിലപ്പോ അവര് ചിലപ്പോ നിങ്ങൾക്കൊരു പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു ബിസിനസ് ഐഡിയ ആവും നിങ്ങൾക്ക് പറഞ്ഞു തരിക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ. ഒരു ഫാമിലി ബിസിനസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാം. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ. ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു. അതിലൂടെയാണ് നിങ്ങൾക്കൊരു നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രോത്ത്, ആ ഒരു സക്സസ് അതിലേക്കൊക്കെ എത്താൻ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവരുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള വേർഡ്സ് നിങ്ങളെ സഹായിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. റൈറ്റ് അവേ റിജക്ട് ചെയ്യാൻ പാടില്ല എന്നൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവരിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു നമുക്ക് സ്ട്രോങ് കിട്ടുന്നത് നിങ്ങളുടെ ജനറൽ ലൈഫിലേക്കുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള ചില സജഷൻസ്, അഡ്വൈസസ് അതൊക്കെയാണ് ലഭിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ലൈഫിൽ വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാല് യൂണിവേഴ്സ് നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ അനുവദിക്കാൻ പറയുന്നു. ഓക്കെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയ ഒരു സ്ഥലത്തു നിന്നായിരിക്കാം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുക. ഓക്കെ. അപ്പൊ എല്ലാം ഇങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ എല്ലാം ഇന്ന രീതിയിൽ തന്നെ നടക്കണം അല്ലെങ്കിൽ ഇന്ന പോലെ ആയിരിക്കണം എന്നുള്ളൊരു പിടിവാശി പാടില്ല എന്ന് പറയുന്നുണ്ട്. യു നീഡ് ടു ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. അത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടത്. ഓക്കെ. ആ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുന്ന അനുസരിച്ചിട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഈ ഒരു സിമ്പിൾ ഇന്ററാക്ഷനിലൂടെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുന്നു, ഓഫ് കോഴ്സ് ഹെൽത്തി ബൗണ്ടറീസ് വേണം, എവിടെയും അത് ആവശ്യമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസസ് അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ. മുൻവിധി പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എനർജി ഈ ഒരു കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഇവരുടെ ഈ ഒരു ഇന്ററാക്ഷൻ, ഇവർ തരുന്ന അഡ്വൈസസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന വഴി നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഗ്രൂപ്പ് 2മായി ബന്ധപ്പെട്ട് അവരുടെ ഫെബ്രുവരി 2026മായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ. ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ. ചൊവ്വാഴ്ച നിങ്ങൾക്ക് വളരെ നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ. അപ്പൊ എന്തെങ്കിലും തുടങ്ങുമ്പോൾ ചൊവ്വാഴ്ച തുടങ്ങുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ 2 രാശി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മീനം രാശി, ഏരീസ് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. മീനം രാശി. ഓക്കെ. എനിക്ക് ഉറപ്പില്ല. വൃശ്ചികം രാശി സ്കോർപിയോ ആണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ സോഡിയാക് സൈൻ ആവാനുള്ള സാധ്യത കാണുന്നു. പിന്നെ നമുക്ക് 2 മാസം കിട്ടിയിട്ടുണ്ട്. ചിങ്ങം, തുലാം. ഓക്കെ. അപ്പൊ ഇതില് ഈ 2 മാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജനിച്ച മാസമാകാൻ ആയിട്ട് സാധ്യത കാണുന്നുണ്ട്. ഈ മലയാള മാസത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് മാസങ്ങൾ നോക്കുക. ആ ഒരു ടൈമിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ജനിച്ച ഇംഗ്ലീഷ് മാസം ആവാനും സാധ്യതയുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നക്ഷത്രങ്ങളാണ്. പൂരാടം, തൃക്കേട്ട, ഉത്രട്ടാതി. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ജനിച്ച നക്ഷത്രം ആയിരിക്കാം. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള എന്താ പറയാ അക്ഷരങ്ങളായിരിക്കാം. ഷ, ഇ, ഭ, ത, ഠ, ഘ, ൻ, ഋ, എ, യ, ശ, ഭ അല്ലെങ്കിൽ ഫ. ഓക്കെ. അപ്പൊ ഇത്രയും അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. 2, 4,
6, 15, 18, 21, 28 ഇത്രയും തീയതികളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പുതിയ 2 പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഹൂ ഈസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് എന്നുള്ള വിഷയത്തിലാണ്. രണ്ടാമത്തേത് വാട്ട്സ് നെക്സ്റ്റ് ഇൻ കരിയർ എന്നീ വിഷയത്തിലാണ് റീഡിംഗ് നൽകുന്നത്. അപ്പോൾ ഈ 2 വിഷയങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക, എന്തൊക്കെ എന്താ പറയാ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെയും കോൺടാക്ട് ഡീറ്റെയിൽസും കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അവരുടെ റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. വളരെ നല്ല ഒരു ഫെബ്രുവരി 2026 ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഫെബ്രുവരി മാസം പൊതുവെ എങ്ങനെയാകും എന്നുള്ളത് നോക്കാം. ഫെബ്രുവരി 2026 പൊതുവെ ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? Okay. Clarify the 4 of Swords. Clarify the Temperance. Clarify advice. ഓക്കെ, അണ്ടർലൈൻ എനർജി കിങ് ഓഫ് വീൽസ് ആണ്. ലൈഫിൽ വളരെയധികം ഒരു സ്റ്റെബിലിറ്റി വരുന്ന, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആകുന്ന ഒരു എനർജിയാണ് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്കായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഒരു ചാലഞ്ചിങ് പീരീഡിന് നിങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട്. ഈ 4 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് കാണുകയാണെങ്കിൽ അതില് ഒരു വാറിയർ ആണ്. അവര് റിലാക്സ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതായത് ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ശാന്തമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ ഒരു ചാലഞ്ചിങ് പീരീഡിൽ നിന്ന് പുറത്തു വന്നിട്ട് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളൊരു എന്താ പറയണ്ടേ, മനസ്സമാധാനം അനുഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് കാണുന്നുണ്ട്. വളരെയധികം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയം, വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്വസ്ഥത നിറഞ്ഞൊരു സമയമായിട്ട് കാണുന്നു. എന്ത് തന്നെ പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വന്ന് നിങ്ങൾ വളരെയധികം പീസ്ഫുൾ ആയിരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാനാണ് നിങ്ങൾക്കുള്ള മെയിൻ ഗൈഡൻസ്. നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട സമയത്ത് റിലാക്സ് ചെയ്യുക, റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക. പക്ഷെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണുന്നത് നിർത്തരുത് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് ഇനിയും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. ചിലപ്പം ഈ ഒരു എനർജി കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഫെബ്രുവരി മാസം. അപ്പം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇതിനേക്കാൾ മുകളിലുള്ള സ്വപ്നങ്ങൾ കാണാം, ഇതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാം, അതിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കണം എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ലൈഫിൽ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം എന്നും കൂടെ നിങ്ങളെ പ്രത്യേകം യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി 2026 എങ്ങനെയായിരിക്കും? കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാകും? കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഓക്കെ, അഗെയിൻ ഒരു ഡിവൈൻ അലൈൻമെന്റ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലാരിഫൈ ദ ടെമ്പറൻസ്. ഓക്കെ, ഒരു ഹീലിംഗ് എനർജിയാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. വളരെ ഹീലിംഗ് ആയിട്ടുള്ള ഒരു എനർജി. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, കുറെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന ഒരു സമയം. യു ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. അവസരങ്ങൾ കിട്ടുകയാണ്. എന്തൊക്കെയാണോ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നതിനെ പിന്നോട്ട് വലിക്കുന്നത്, നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ, അതിൽ നിന്നൊക്കെ നിങ്ങളെ സ്വതന്ത്രരാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. അല്ലെങ്കിൽ അതിൽ നിന്നല്ല, നിങ്ങൾ സ്വതന്ത്രരാകുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. കൂടുതൽ ഒരു സ്വസ്ഥമായ ഒരു സമയം, വളരെയധികം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയം നിങ്ങൾ കരിയറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഫെബ്രുവരി മാസത്തിൽ.
മാത്രമല്ല വളരെ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് നിങ്ങൾക്ക് ഉള്ള അഡ്വൈസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് പോസിറ്റീവായിട്ട് ഇരിക്കാം. ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് കരിയറിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫെബ്രുവരി മാസത്തില് ബെസ്റ്റ് കേസ് സിനാരിയോ മാത്രം ചിന്തിക്കാനായിട്ട് ശ്രമിക്കാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എത്രത്തോളം ആ ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും കൂടുതൽ എന്താ പറയാ മുന്നോട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനും ഒക്കെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം എന്നാണ് പറയണത്. ഈ ഒരു നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് എനർജീസിൽ നിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആകുന്നതോടുകൂടെ നിങ്ങൾ ഒരു ഡിവൈൻ അലൈൻമെന്റിലേക്കാണ് എത്തുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസി ഉയർന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ അലൈൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത് കരിയറിൽ, അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിവൈൻ അലൈൻമെന്റ് അത്യാവശ്യമാണ്. അത് സംഭവിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. ഓക്കെ, ഇനി സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാകും? Clarify the Ace of Cups. അണ്ടർലൈങ് എനർജി 5 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയരുന്നതിന് വേണ്ടുന്ന ഒരു എന്താ പറയാ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡിവൈൻലി അലൈൻഡ് ആയിട്ടുള്ള ആ ഒരു പുതിയ തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ കടക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം എന്ന് കാണുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ അർഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ ഉയരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ, വളരെയധികം നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന സംതൃപ്തി തരുന്ന ഒരു പുതിയ അധ്യായമായിരിക്കും എന്ന് കാണുന്നു. അപ്പൊ ആ അധ്യായത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അതനുസരിച്ച് ഒരു പുരോഗതി ഉണ്ടാവുന്നു. നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവുന്നു. അങ്ങനെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കയറുകയാണ്. ഓക്കെ, അപ്ഗ്രേഡ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം സർപ്രൈസ്ഡ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. കാരണം ഈ ഒരു പുതിയ തുടക്കത്തിനെ സംബന്ധിച്ച് യാതൊരു സൂചനയും നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഒരു സൈൻ അല്ലെങ്കിൽ ഒരു സിഗ്നൽ, ഇങ്ങനെ ഒരു പുതിയ തുടക്കം നിങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ വരുന്നുണ്ട് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണുന്നില്ല. ഓക്കെ, ഇത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ 3 സ്പ്രെഡ് എടുത്തു. 3 സ്പ്രെഡിലും ടെമ്പറൻസ് കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഫെബ്രുവരി മാസം ഈ ഒരു ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ അലൈൻമെന്റ് ഒക്കെ വളരെയധികം ഒരു പ്രാധാന്യം ഉള്ള അതിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുമ്പോൾ ഇനി അങ്ങോട്ട് നല്ലത് സംഭവിക്കും എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞു പോയ സ്ട്രഗിൾസ്, ഇത് അവസാനിച്ചതാണ്, നിങ്ങൾ അതിൽ നിന്ന് മറികടന്നതാണ് അല്ലേ. ഇനി അത് സംഭവിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എനർജി എന്താണ്? ഈ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷന്റെ ചാലഞ്ചസിന്റെ എനർജീസ്, ഒബ്സ്റ്റക്കിൾസിന്റെ എനർജീസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ചാലഞ്ചസും ഒബ്സ്റ്റക്കിൾസും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതെല്ലാം കടന്നു വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഒരു അവസ്ഥയിൽ തന്നെ ഒരാൾ ഇരിക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും സാമ്പത്തികമായിട്ട് സ്ട്രഗിളിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അത് മാറുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയാ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ്, ആ ഒരു വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് ആണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുക. അത് നിങ്ങൾ അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അത് സ്വീകരിക്കുക. ആ ഒരു എനർജിയിൽ ആയിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇനി ഭാവിയിൽ ഇത് നഷ്ടപ്പെടും ആ ഒരു ഭയം വേണ്ട. അത് അനാവശ്യമായിട്ടുള്ള ഭയമാണ്, അത് വേണ്ട എന്ന് നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2026 ഫെബ്രുവരി മാസം എങ്ങനെയായിരിക്കും നോക്കാം.
പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാകും? പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും? ഓക്കെ, ഓക്കെ. ഓക്കെ, ഇത് നിങ്ങളുടെ അഡ്വൈസ് ആണ് കേട്ടോ. ഇതിന് നമുക്ക് ഇവിടെ വെക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന മാസമാണ്. ലവ് ലൈഫിൽ ഒരു അടിമുടി മാറ്റം ഉണ്ടാകുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം എന്ന് കാണുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്, അത് അൺഹെൽത്തി ആണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്കൊരു തോന്നലുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗട്ട് ഫീൽ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ആ ഒരു ബിട്രയൽ, ആ വ്യക്തി എക്സ്പോസ്ഡ് ആവുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ മുന്നിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഗട്ട് ഫീലിംഗ് ശരിയാണ് എന്ന രീതിയിലുള്ള ആ ഒരു അവർ എക്സ്പോസ്ഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, വീണ്ടും ഒരു അവസരം ഈ വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഒരിക്കൽ നിങ്ങളെ വഞ്ചിച്ച ഒരാൾക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് യാതൊരു മടിയും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അവർ ചിലപ്പോൾ പലതരത്തിലുള്ള പ്രോമിസസും പറയുന്നുണ്ട്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഒരിക്കൽ ചെയ്തതാണ്, ഒരിക്കൽ ചെയ്ത ആൾക്ക് ഇനിയും ചെയ്യാനായിട്ട് മടി ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഇതൊക്കെ ശ്രമിച്ച് പോയിട്ടുണ്ടാവും. ഇനിയും അങ്ങനെ ചെയ്യാതിരിക്കുക, നിങ്ങൾ സ്വയം നിങ്ങളെ തരം താഴ്ത്താതിരിക്കുക. ഈ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ അത് ഉപേക്ഷിക്കാൻ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വളരെ സ്വസ്ഥമായൊരു ജീവിതം മുന്നോട്ട് ഫ്യൂച്ചറിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഒരു സ്വസ്ഥമായ ജീവിതം മുന്നിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവരുടെ സമാധാനത്തിനല്ല, നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലൊരു സ്റ്റേജിലൂടെ കടന്നു വരുന്നവർക്ക് ഒരു ഹ്യൂജ് ഗ്ലോ അപ്പ് ആണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആ ക്യൂൺ ഓഫ് വാൻസ് എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം നിങ്ങളുടെ ആ ഒരു ഒതന്റിക് സെൽഫിലേക്ക് മാറി ഒരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് പ്രണയത്തിനെ സംബന്ധിച്ച്, പ്രണയ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസൈഡ് ഔട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻ ദ പ്രസന്റ്. ഓക്കെ, പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. വരുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, അതിനെ ഏറ്റവും ഹാപ്പി ആക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാല്, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഫ്യൂച്ചർ പാർട്ട്ണറിനെ സംബന്ധിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നൽകുന്ന സൈൻസ് ഉണ്ട്, ചില ഡൗൺലോഡ്സ് ഉണ്ട്, അതിനെ നിങ്ങൾ വിശ്വസിക്കുക. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ഓക്കെ അങ്ങനെയാവോ ഇങ്ങനെയാവോ, ഇങ്ങനത്തെ കുറെ ആൻസൈറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആ ഒരു ആൻസൈറ്റിയുടെ സൈഡ്, ഓക്കെ, ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സൈഡ്. അപ്പോൾ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അതിനെ നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു മാസം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, റിലീസ് ചെയ്യുക, പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്തിരിക്കുക, നിങ്ങളുടെ ആ ഒരു അപ്ഗ്രേഡിൽ ഫോക്കസ് ചെയ്തിരിക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഏത് തരത്തിലൊക്കെ മാറിയിട്ടുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായിട്ട് ഇപ്പോഴേ പരിശ്രമിച്ചു തുടങ്ങാൻ പറയുന്നു. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, പോവുക. എങ്ങനെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കും, അതൊന്നും നിങ്ങൾ അറിയേണ്ടതായിട്ടില്ല. അതൊക്കെ യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം കൃത്യമായി സംഭവിക്കുന്നതാണ്. നിങ്ങൾ സറണ്ടർ ചെയ്യുക, മുന്നോട്ട് പോവുക, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയരുത് എന്ന് പറയുന്നുണ്ട്. വിട്ട് കളയുന്നതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഫ്യൂച്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഇനി
ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാകും എന്ന് നോക്കാം. ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാകും? Clarify the Queen of Pentacles. Clarify the Four of Swords. Clarify the Five of Wands. Okay, world advice. അണ്ടർലൈങ് എനർജി എംപറസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ചില ബന്ധങ്ങൾ അവസാനിച്ചു പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതായത് ചില സൗഹൃദങ്ങൾ അവസാനിച്ചു പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില വഴക്കൊക്കെ ഉണ്ടായിട്ട് ഡിസഗ്രിമെന്റ്സ് കാരണം അങ്ങനെ അവസാനിച്ചു പോയ ചില ബന്ധങ്ങൾ ഉണ്ടാവും. അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതലൊന്ന് ആലോചിക്കുക. ആ സൗഹൃദത്തെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് ഒരുപാട് വരുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് കാണുന്നുണ്ട്. അതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഇന്ന് സങ്കടപ്പെടാനൊക്കെ ഒരു സാധ്യത കാണുന്നു. നിങ്ങളോട് പറയുന്നത് മാക്സിമം റെസ്റ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ എന്താണ് സിറ്റുവേഷൻ, അതിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇവിടെ അവസാനിച്ചു പോയിട്ടുള്ള കണക്ഷൻസ് എല്ലാം നിങ്ങളുടെ നല്ലതിനാണ്, നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് വഴക്കുണ്ടായത് എന്നുള്ളത് ആലോചിക്കുക. അതിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത് തിരുത്താൻ പറ്റാത്തതാണോ, അതിലൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അർഹതയുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് വേണം അത് വീണ്ടും റീഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും ആ വ്യക്തിയായിട്ട് വീണ്ടും കണക്ട് ചെയ്യുക, പഴയ സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അതിന് മുന്നേ കാര്യമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ ഒരു ഇമോഷൻസിന്റെ പുറത്ത് വീണ്ടും റീകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. അപ്പൊ മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുക. എന്തുകൊണ്ടാണ് അത് അവസാനിച്ചത്? ഓക്കെ, അതിന് മുന്നേ എന്താണ് ആ വഴക്കിലേക്ക് എത്തിച്ചത്, അത് ആ റിലേഷൻ അവസാനിക്കുന്നതിന് കാരണങ്ങളായത് എന്തൊക്കെയാണ്, അതിലെന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് തിരുത്താൻ പറ്റാവുന്നതാണോ, ആ സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായ തെറ്റുകൾ തിരുത്താൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്നതാണോ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വേദനകൾ ഓക്കെ അത് മറക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അതിന് മാപ്പ് കൊടുത്ത് വീണ്ടും ഒരു അവസരം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേദനകളാണോ നിങ്ങളുടെ ആ അവസാനിച്ചു പോയ സൗഹൃദങ്ങളുണ്ടല്ലോ, ആ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് നൽകിയത്. ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് മാത്രം അത് സെക്കൻഡ് ചാൻസ് കൊടുക്കാം, അത് എന്താ പറയാ, അവർക്ക് മാപ്പ് കൊടുക്കാം, എല്ലാത്തിനും അത്രയും ഒരു ബയാസ്ഡ് ആയിട്ടല്ല ചിന്തിക്കണ്ടേ. ഓക്കെ, ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അത് ഓക്കെയാണ്, ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാം എന്നാണെങ്കിൽ മാത്രം കൊടുക്കുക. ഓക്കെ, പക്ഷെ അതിനെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കണം, മെച്ചൂർ ആയിട്ട് ചിന്തിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു ഇമോഷൻസിന്റെ പുറത്ത് ആ ഒരു മിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ആ വ്യക്തികളെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. വളരെ മെച്ചൂർ ആയിട്ട് വേണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തീരുമാനം എടുക്കാൻ. ഡിസ്ട്രാക്റ്റഡ് ആകരുത് എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് എവിടെ എത്തി നിൽക്കുന്നു, ഈ പറയുന്ന ഫ്രണ്ട്സ്, ഈ എന്താ പറയാ, നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് സോ കോൾഡ് ഫ്രണ്ട്സ്, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു ജീവിതയാത്രയിൽ അവർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമോ? അവരെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നത് നിങ്ങളുടെ എനർജിയുടെ ഫ്രീക്വൻസി ഉയർത്താനാണോ സഹായിക്കുക, താഴ്ത്താനാണോ കാരണമാവുക? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഡിസ്ട്രാക്റ്റഡ് ആയി പോവരുത് എന്നാണ് പറയണത്. വൈകാരികമായി ചിന്തിച്ച് ഡിസ്ട്രാക്റ്റഡ് ആയി പോവരുത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിൽ ഫോക്കസ് ചെയ്തിട്ട് ഇന്നർ ഗൈഡൻസ് പറയുന്ന അനുസരിച്ച് തീരുമാനം എടുക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഉചിതമായിരിക്കുക എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇനി കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 3ക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാകും? ഒരു ഫ്രഷ് സ്റ്റാർട്ടിന്റെ എനർജി ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അഡ്വൈസ്, ഓക്കെ, നിങ്ങൾക്ക് ചില എൻഡിങ്സ് സംഭവിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് വളരെ ബേർഡൻ ആയിട്ട് തോന്നുന്ന ചില ബന്ധങ്ങളെ നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതായത് അവരിലേക്ക് നിങ്ങൾ ഇനി ഫർദർ നിങ്ങളുടെ എനർജിയോ നിങ്ങളുടെ ഫോക്കസോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു റീഡയറക്ഷൻ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റീഡയറക്ഷൻ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തില് ആയിരിക്കാം. ഓക്കെ, ഒരു പക്ഷേ യെസ്, നിങ്ങളുടെ കുടുംബത്തില് ആരുടെയെങ്കിലും ഒരു വിവാഹം
ഒക്കെ ഉറക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ട് എനർജി കാണുന്നു. ഓക്കെ, ഒരു വിവാഹത്തിന്റെ വളരെ സ്ട്രോങ് പോസിബിലിറ്റി കാണുന്നുണ്ട്. ഒരു എംപറർ എനർജി, എനിക്ക് ആ ഒരു എനർജിയാണ് തരുന്നത്, ഡിവൈൻ മെസ്കുലിൻ എനർജിയാണ് തരുന്നത്. പക്ഷെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ എന്ന് കാണുന്നില്ല, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കുമാണ്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾക്കായിരിക്കാം അങ്ങനെ ഒരു ന്യൂ സ്റ്റാർട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു, അപ്പൊ ആ ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുമ്പം നിങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരികയാണ് അല്ലെ, നിങ്ങളുടെ ഫാമിലിയിലേക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുന്നു, പുതിയ ബന്ധുക്കൾ ഉണ്ടാകുന്നു. ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് യൂണിവേഴ്സിന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ഈ വരുന്ന പുതിയ ബന്ധുക്കളിൽ ഇൻവോൾവ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്, ഫ്രഷ് എനർജിയാണ് എന്ന് കാണുന്നു. ഇതൊരു എന്താ പറയാ, സ്ട്രോങ് ഫൗണ്ടേഷൻ, ഈ ഒരു ബന്ധുക്കൾ, ഈ വരുന്ന ബന്ധുക്കളായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. നിങ്ങൾ സർപ്രൈസ്ഡ് ആകാൻ തയ്യാറാകൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ്. ഓക്കെ, കാരണം ഇവിടെ ഈ ഒരു ന്യൂ സ്റ്റാർട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല ഇത്രയും ഒരു സ്ട്രോങ് കണക്ഷൻ ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായിട്ട് ഇവർ മാറും എന്നുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ഐഡിയയും നിങ്ങൾക്ക് ഈ മാസം തുടങ്ങുമ്പോൾ ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ പുതിയ ചില ബന്ധുക്കൾ ലൈഫിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു സൂചന, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൂചനയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിലല്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പേഴ്സണലി നിങ്ങളുടെ ലൈഫിലേക്കല്ല, പക്ഷെ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ ലൈഫിലേക്കാണ് ഈ ആളുകൾ കടന്നു വരുന്നത് എന്നുള്ളത്, ഈ ഒരു ബന്ധം കടന്നു വരുന്നത് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പൊ ഒരു അണ്ടർലൈൻ എനർജി 10 of Wands ആണ്. കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ടുള്ള, കുറച്ചും കൂടെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു സമയത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, ഒരു ഭാരം, നിങ്ങൾക്ക് ഭാരമായി തോന്നുന്ന ബന്ധങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും കടന്നു വരുന്നത്. ഓക്കെ, അപ്പൊ അവരുമായിട്ടുള്ളത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻ ആയിരിക്കും. അവിടെ ഒരിക്കലും അങ്ങനത്തെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഭാരമായിട്ട് തോന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള, വളരെ ഒരു നിങ്ങൾക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് ഈ ഫാമിലി റിലേഷൻഷിപ്പില് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. യെസ്, ഒരു സ്റ്റെബിലിറ്റിയുടെ എല്ലാ സൂചനയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ഫെബ്രുവരി റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, എനിക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചൊവ്വാഴ്ച വളരെ നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട്. ചൊവ്വാഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും എന്ന് കാണുന്നു. മീനം രാശി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മീനം രാശി നിങ്ങൾക്ക് നിങ്ങളുടെ സൂഡിയാക് സൈൻ മീനം രാശിയാകാനുള്ള സാധ്യത കാണുന്നു. ഇനി നമുക്ക് ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉത്രട്ടാതി, പൂരാടം, ഉത്രാടം, ഉത്രം. ഓക്കെ, ഇത്രയും നാളുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജന്മനക്ഷത്രം ആകാനുള്ള സാധ്യതയുണ്ട്. ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് 2 കൂടെ കാണേണ്ടതാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇനി ഗ്രൂപ്പ് 2 എന്ന് വന്നിട്ടുള്ളവരാണ് ഗ്രൂപ്പ് 3 ഞാൻ കാണണമായിരുന്നോ, എനിക്ക് അങ്ങനെ തോന്നി എന്നൊരു ഉള്ളിലുണ്ടെങ്കിൽ ഇത് കൺഫർമേഷൻ ആണ്, കാണണമായിരുന്നു. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജസ് ഉണ്ട്. ഇനി നമുക്ക് ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിലുള്ളതായിരിക്കാം. ധ, ഖ, ഭ,
ർ ഠ ഞ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അക്ഷരങ്ങൾ. ഇനി നമുക്ക് തീയതികളാണ് കിട്ടിയിട്ടുള്ളത്. 1, 13, 14, 15, 18 ഇത്രയും തീയതികൾ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട തീയതികളായിട്ട് കാണുന്നുണ്ട്. ഇനി 2 തീയതികൾ നമുക്ക് ഫെബ്രുവരിയിൽ ഇല്ലാത്തതാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് റെസനേറ്റ് എങ്കിൽ മാത്രം സ്വീകരിക്കാം. ഓക്കെ, 29, 30 ഇത് 2 ഫെബ്രുവരി മാസത്തിൽ ഇല്ലാത്തതാണ്. ഈ 29 രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം വീണപ്പോൾ ഞാൻ ഇങ്ങനെ ഫെബ്രുവരിയിൽ 28 ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് എടുക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും ഡെക്കിൽ വെച്ചിട്ട് ഷഫിൾ ചെയ്തു. ഇത് വീണ്ടും പറന്ന് വീഴാണ് ചെയ്തത്. അപ്പോൾ അത് ആ 29 ഇവിടെ വരണം എന്ന് നിർബന്ധമുണ്ട് എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ 29ഉം 30 ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ 2 ടാരോ റീഡിംഗ്സിനെ സംബന്ധിച്ചിട്ട്, പേഴ്സണൽ ടാരോ റീഡിംഗ്സിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. ആരാണ് നിങ്ങളുടെ ജീവിത പങ്കാളി എന്നുള്ള വിഷയത്തിലും, കരിയറിൽ അടുത്തത് എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന വിഷയത്തിലുമുള്ള റീഡിങ്സ് ആണ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഓരോ വിഷയത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുക, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. നിങ്ങൾക്ക് വളരെ നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ഫെബ്രുവരി മാസം ആശംസിക്കുന്നു. താങ്ക് യു.